അടുത്ത ഐഡിയാസ് ആണ് വെക്ടേഴ്സ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. ആക്ച്വലി 2 ടൈപ്പ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഒന്നാണ് വെക്ടർ ക്വാണ്ടിറ്റീസ്, വേറെ ഒന്നാണ് സ്കേലർ ക്വാണ്ടിറ്റീസ്. സ്കേലർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് എൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയെങ്കിൽ അതാണ് സ്കേലർ ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ മാസ്, ഒരു ഒബ്ജക്റ്റിന്റെ മാസ് എത്രയെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര കിലോഗ്രാംസ് എന്നേ പറയത്തുള്ളൂ. നമ്മൾ ഒരിക്കലും ഇത്ര കിലോഗ്രാംസ് ഇൻ ദിസ് ഡയറക്ഷൻ എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് ഇതിന്റെ ലെങ്ത് എത്ര, നമ്മൾ ഇത്ര സെന്റിമീറ്റേഴ്സ് എന്നേ പറയത്തുള്ളൂ, അല്ലാതെ ഇത്ര സെന്റിമീറ്റേഴ്സ് ഇൻ ഈ ഡയറക്ഷൻ എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. അതായത് കുറെ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് കംപ്ലീറ്റ്ലി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ വിളിക്കുന്നതാണ് സ്കെയിലേഴ്സ്. ഇനി അതേസമയം മറ്റു ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്. സപ്പോസ് ഫോഴ്സ്, അതായത് നിങ്ങളുടെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിന്റെ പുറത്ത് നിങ്ങൾ ഫോഴ്സ് കൊടുത്തു എന്ന് നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിങ്ങളോട് 2 കാര്യം ചോദിക്കും. ഒന്ന്, നിങ്ങൾ എത്ര എമൗണ്ട് ഫോഴ്സ് കൊടുത്തു, 2 അതേത് ഡയറക്ഷനിൽ കൊടുത്തു. ബിക്കോസ് ഒരേ എമൗണ്ട് ഫോഴ്സ് 2 ഡിഫറെന്റ് ഡയറക്ഷൻസിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന എഫക്ട് ഡിഫറെന്റ് ആണ്. സോ ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡും വേണം, അതുപോലെ തന്നെ ആ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ എന്താണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതായത് ചില ക്വാണ്ടിറ്റീസ് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ മാഗ്നിറ്റ്യൂഡും പറയേണ്ടി വരും, ഡയറക്ഷനും പറയേണ്ടി വരും. അത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്ടേഴ്സ്. ഓക്കെ, ഇനി ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഡെഫിനേഷൻ, ഇത് കുറച്ച് വെയ്ഗ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാം. അതായത് ഓക്കെ, വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ ചോദിക്കാം, ഓക്കെ, ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു വാട്ട്? ഓക്കെ, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്ന ഒരു ആൻസർ ആയിരിക്കും ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു സം സ്പെസിഫൈഡ് ഡയറക്ഷൻ. റൈറ്റ്, ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട്, ആ വിത്ത് റെസ്പെക്ട് ടു ആ ഡയറക്ഷനാണ് നമ്മൾ ഡയറക്ഷൻ മെഷർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയുമായിരിക്കും, അതായത് ഓൾറെഡി ഈ ഡയറക്ഷൻ ഒരു പ്രിഫേർഡ് ഡയറക്ഷൻ ആണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ആംഗിൾ. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, നേച്ചറിൽ അങ്ങനെ ഒരു പ്രിഫേർഡ് ഡയറക്ഷൻ ഒന്നുമില്ല. സോ നമ്മൾ ആ പറഞ്ഞ വെക്ടറിന്റെ ഡയറക്ഷൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വേഗ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. നമ്മൾ കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വെക്ടർ, സ്കെയിലേഴ്സ്, ഇതിന്റെയൊക്കെ ഡയറക്ഷൻസ് വേണം. ഇതെല്ലാം ആക്ച്വലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ വെക്ടർ, സ്കെയിലർ, ഈ ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ ചില ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടീസിന്റെ ടേംസിലാണ്. നമ്മൾ അത്തരം ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാന്നൊരു ഉദ്ദേശം എനിക്കിപ്പോ ഇല്ല. സോ ഞാൻ വെക്ടേഴ്സിനെയും സ്കെയിലേഴ്സിനെയും ഒന്നും ഞാൻ അത്ര പ്രിസൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഞാനിപ്പോ ഒരു കൗണ്ടർ എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. കറണ്ട്. ഓക്കെ, നമ്മൾ കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യും, കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, കറണ്ട് ഡയറക്ഷനും ഉണ്ട്. കാര്യം കറണ്ട് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ കറണ്ട് വെക്ടർ ആണോ? ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ അല്ല. ഓക്കെ, കറണ്ട് എന്തായാലും ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല. ഓക്കെ, അതാ. അപ്പോ നമ്മൾ ഈ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു വെയ്ഗ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടക്കത്തിൽ അത് മതി, പക്ഷെ നമ്മൾ പിന്നീട് നമ്മൾ ആ ഡെഫിനേഷൻസ് ഒക്കെ പിന്നീട് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, റൈറ്റ്. എന്തായാലും നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വെക്ടേഴ്സിന് ചില റൂൾസ് ഉണ്ടാക്കും. റൈറ്റ്, ഓക്കെ, അതായത് വെക്ടർ അഡീഷൻ ലോസ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ആ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തിങ്ക് ചെയ്യാം, ഈ വെക്ടർ അഡീഷൻ ലോസ് ഡിഫൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എന്താണോ അതാണ് വെക്ടേഴ്സ് എന്ന്. ഓക്കെ, റൈറ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് വെക്ടേഴ്സിനെ പറ്റി വളരെ പ്രിമിറ്റീവ് ആയിട്ട് നമുക്കുണ്ടായിരുന്ന ആ ഐഡിയ ആണ്. അതായത് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് ബെറ്റർ ആണ്. നമ്മൾ ഒരിക്കലും അത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള റൂട്ടിലൊന്നും എത്തിക്കത്തില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അത് മതി. കൂടുതൽ റിഗറസ് ആയിട്ടുള്ള നോളജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി, അത്തരം കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ പഠിക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഭവത്തെ പറ്റി ഡിസ്കസ് ചെയ്യാന്നൊരു ഉദ്ദേശമേ എനിക്കിപ്പം നിലവിലില്ല. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാം ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ അടുത്ത ക്വസ്റ്റ്യൻ, എങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. അതായത് ഞാനൊരു ലൈൻ വരയ്ക്കുക, ഈ ലൈനിന്റെ ലെങ്ത് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന് പ്രപ്പോർഷണൽ ആണ്. റൈറ്റ്, ഞാനൊരു ആരോ ഇടുന്നു, ഈ ആരോ ആണ് വെക്ടറിന്റെ ഡയറക്ഷൻ. ക്ലിയർ? ഓക്കെ, ലൈനിന്റെ ലെങ്ത് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന് പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ എന്റെ മീനിങ് എന്തുവാ? സപ്പോസ് നിങ്ങളുടെ ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. റൈറ്റ്, ഓക്കെ, ഈ 5 ന്യൂട്ടൺ ഫോഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ 1 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ യൂസ് ചെയ്താൽ, നിങ്ങൾ 10 ന്യൂട്ടൺ ഫോഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ 2 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ യൂസ് ചെയ്യണം. ഇതാണ് അതിന്റെ മീനിങ്. ഓക്കെ, റൈറ്റ്. ഇപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാനിവിടെ ഫോഴ്സ് ഒരു വെക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ വെക്ടേഴ്സ് എന്താണെന്ന് ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും. നമ്മൾ ഈ വെക്ടേഴ്സിന് കുറച്ച് ലോസ് ഒക്കെ നമ്മളിപ്പം ഡിഫൈൻ ചെയ്യും. റൈറ്റ്, എന്നിട്ട് നമ്മൾ പറയും ഈ ലോസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓബ്ജക്ട്സ് ആണ് വെക്ടേഴ്സ് എന്ന് പറയും. നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഷോ ചെയ്യണം ഈ ഫോഴ്സ്, നമ്മൾ ഫിസിക്സിൽ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന മറ്റു ക്വാണ്ടിറ്റീസ്, വെലോസിറ്റി, ആക്സിലറേഷൻ, മൊമെന്റം, ഇതെല്ലാം വെക്ടേഴ്സ് ആണ് എന്ന് നമ്മൾ ഈ റൂൾസ് യൂസ് ചെയ്ത് കാണിക്കണം. കാര്യം എങ്കിൽ മാത്രമേ ഫിസിക്സിനകത്ത് നമുക്ക് ഈ വെക്ടേഴ്സ് എന്ന് പറയുന്ന
നമ്മൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന ഈ നോഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് വെക്ടേഴ്സിന്റെ ലോസ് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സപ്പോസ് ഇതൊരു വെക്ടർ ആണ്, അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആരോ. ഓക്കെ, റൈറ്റ്. ഇനി വെക്ടറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം, അതിനൊരു സിമ്പിൾ വേണം. സോ ഇപ്പൊ സപ്പോസ് ഈ വെക്ടറിനെ ഞാൻ എ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പൊ എനിക്ക് എ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യാം. അത് വെക്ടർ ആണെന്ന് കാണിക്കാൻ എനിക്ക് മുകളിലൊരു ആരോ ഇടാം. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ ഉണ്ടാക്കുന്ന പുതിയൊരു ഡെഫിനേഷൻ ആണ് പൊസിഷൻ വെക്ടർ. ഓക്കെ, പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റം ആണ്, റൈറ്റ്. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എനിക്ക് ആ പോയിന്റിന്റെ പൊസിഷൻ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലോട്ട് ഞാനൊരു ആരോ വരച്ചാൽ മതി. ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പൊസിഷനെയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. ഓക്കെ, അപ്പൊ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരോ തന്നെയാണ്. ഓക്കെ, റൈറ്റ്. അപ്പോ പൊസിഷൻ വെക്ടർ എനിക്ക് ഇതിനെ വേണമെങ്കിൽ വെക്ടർ ആർ എന്നും പറഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, ഇനി വേറൊരു ഡെഫിനിഷൻ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഇനീഷ്യലി എന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ R1. സപ്പോസ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ പൊസിഷൻ ഏതായിട്ട് മാറി, ഇതായിട്ട് മാറി, എങ്കിൽ ആ പൊസിഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് വേറൊരു വെക്ടർ വേണ്ടി വരും. ആ വെക്ടറാണ് R2. ഓക്കെ, എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എന്റെ ഈ ഇനിഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന ഈ വെക്ടറാണ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ ആണ്, അല്ലേ? ഓക്കെ, എങ്കിൽ ഇനി അടുത്ത ഡെഫിനേഷൻ. സപ്പോസ് എന്റെ ഈ വെക്ടർ ഉണ്ട്, വെക്ടർ എ. ഓക്കെ, അതായത് ഈ വെക്ടർ എ. ഓക്കെ, എനിക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് പറയണം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഇപ്പോൾ 5 ന്യൂട്ടൺ ഫോഴ്സ് ആണെങ്കിൽ 5 ന്യൂട്ടൺ ആണ് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതിന്റെ സിമ്പിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിരത്തി എഴുതാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്ന് എഴുതുന്നതിന് പകരം നമുക്കൊരു സിമ്പിൾ നൊട്ടേഷൻ ഉണ്ട്. ആ നൊട്ടേഷൻ ആണ് ഇത്. അതായത് നമ്മൾ മോഡുലസ് എ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അടുത്തൊരു ഡെഫിനേഷൻ ആണ് നെഗറ്റീവ് ഓഫ് എ വെക്ടർ. അതായത് ഒരു വെക്ടറിന്റെ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് നിങ്ങളുടെ ഒരു വെക്ടർ ഉണ്ട്, ഇതാണ് വെക്ടർ എ. ഓക്കെ, എന്താണ് വെക്ടർ മൈനസ് എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ. എക്സാക്ട്ലി ഇതേ വെക്ടർ തന്നെ ആയിരിക്കണം, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സെയിം മാഗ്നിറ്റ്യൂഡ് പക്ഷെ റിവേഴ്സ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ ഇതാണ് നെഗറ്റീവ് വെക്ടർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സപ്പോസ് എന്റെ വെക്ടേഴ്സ് ഉണ്ട്, എനിക്ക് ഈ വെക്ടേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം? ഓക്കെ, ഞാൻ പുതിയ റൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ വെക്ടേഴ്സ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചേഴ്സിനകത്ത്. വെക്ടേഴ്സ് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു മാത്തമെറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ്. സോ ഞാൻ ആ വെക്ടേഴ്സിനകത്ത് യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്പറേഷൻ ഞാനിപ്പോൾ ഉണ്ടാക്കുവാണ്. ആ ഓപ്പറേഷൻ ആണ് ആക്ച്വലി വെക്ടർ അഡീഷൻ. അപ്പൊ നമുക്ക് ഓക്കെ, ഇതെല്ലാം നമുക്ക് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഇതെല്ലാം ഫിസിക്സിൽ യൂസ് ചെയ്യേണ്ടതാണ്. സോ ഇതൊക്കെ നമ്മൾ സെൻസിബിൾ ആയിട്ട് വേണം ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം, വെക്ടർ അഡീഷൻ റൂൾ ഉണ്ടെങ്കിൽ ആ റൂള് എങ്ങനെയായിരിക്കണം വരേണ്ടതെന്ന്. ഓക്കെ, റൈറ്റ്. ഞാൻ അതിന്റെ ആ ഒരു ലോജിക്കൽ ആ ഒരു സംഭവം എന്താണ് ഞാൻ പറയാൻ ട്രൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സപ്പോസ് ഓക്കെ, നിങ്ങൾ ഇനീഷ്യലി ഈ പൊസിഷനിൽ നിൽക്കുവാണ്. ഓക്കെ, സപ്പോസ് ഇതൊരു ലൈനാണ്. ഈ ലൈനിൽ ഞാൻ കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. 1 2 3 4 5 6 7. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് മോഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഒറിജിനിൽ നിന്ന്. ഞാൻ ഒറിജിനിൽ നിന്ന് ഞാൻ 6 വരെ മൂവ് ചെയ്തു. എന്നിട്ട് ഞാൻ 6ൽ നിന്ന് തിരിച്ച് 4 വരെ വന്നു. ഓക്കെ, റൈറ്റ്. അതായത് എന്റെ കംപ്ലീറ്റ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് 6 വരെ പോയി, എന്നിട്ട് 6ൽ നിന്ന് തിരിച്ച് ഞാൻ 4 വരെ വന്നു. ക്ലിയർ? ചോദിക്കുവാണ് എന്റെ നെറ്റ് മോഷൻ. ഓക്കെ, അതായത് ഞാൻ ആകെ എത്ര മൂവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോബബ്ലി നമ്മുടെ മനസ്സിൽ വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഇനിഷ്യലി ഇവിടെ നിന്ന് 6 വരെ മൂവ് ചെയ്തു, എന്നിട്ട് 6ൽ നിന്ന് 7 8. ഓക്കെ, 4 വരെ വന്നപ്പോൾ അതായത് ഞാൻ മൊത്തത്തിൽ 8 meters ആണ് ഞാൻ മൂവ് ചെയ്തത് എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ കൺക്ലൂഷൻ വരുന്നത്. എങ്കിൽ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എഫക്റ്റീവ്ലി ഞാൻ എത്ര മൂവ് ചെയ്തു? ഓക്കെ, ഇൻ എഫക്ട് ഞാൻ എത്ര മൂവ് ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൂടെ തിങ്ക് ചെയ്യും, ഞാൻ ഇനിഷ്യലി നിന്നത് ഇവിടെയാണ്, ഇതാണ് എന്റെ ഇനിഷ്യൽ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ ഇതാണ്, ഇതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇൻ എഫക്ട് എന്റെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ ഇതാണ്. എനിക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, അതായത് എന്റെ എഫക്റ്റീവ് മോഷൻ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 4. അതായത് എന്റെ എഫക്റ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? 1 2 3 4, അതായത് 4 ഉള്ളൂ. അപ്പൊ ചോദിക്കാം, അത് ഒരു സെൻസിബിൾ ആയിട്ടുള്ള ആൻസർ ആണ്. എങ്കിൽ എന്തുകൊണ്ടാണ് എഫക്റ്റീവ് മോഷൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ 4 എന്ന് പറയുന്ന കൺക്ലൂഷനിൽ എത്തിയത്? നമ്മൾ തിങ്ക് ചെയ്താൽ മനസ്സിലാവും. നമുക്ക് 4 നമുക്ക് കിട്ടാൻ കാരണം ഞാൻ എഫക്റ്റീവ് മോഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൂവ് ചെയ്ത ഡയറക്ഷനെ കൂടെ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു.
ഫസ്റ്റ് സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു ആൻഡ് ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഡയറക്ഷൻ ഒന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ആൻസർ 8 എന്ന് പറഞ്ഞ കൺക്ലൂഷനിലെത്തിയത്. പക്ഷെ ഇപ്പോ ഞാൻ മൂവ് ചെയ്ത ഡയറക്ഷനെ കൂടെ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തപ്പോ എനിക്ക് ആൻസർ എത്ര ആക്കേണ്ടി വന്നു? 4 ആക്കേണ്ടി വന്നു. ഓക്കെ, റൈറ്റ്. അതായത് എഫക്റ്റീവ് മോഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ചെയ്തത് ഡയറക്ഷൻ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു അഡീഷൻ ആണ് ഞാൻ അവിടെ ചെയ്തത്. ഓക്കെ, വെറും അഡീഷൻ അല്ല, ഡയറക്ഷൻ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള അഡീഷൻ. എങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ മോഷന്റെയും ഡയറക്ഷൻ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള അഡീഷൻ നിങ്ങൾക്ക് തരുന്ന ആൻസർ ആണ് 4. ഓക്കെ, ഈ അഡീഷനെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ അഡീഷൻ. വെക്റ്റർ അഡീഷൻ. ഓക്കെ, അപ്പോ വെക്റ്റർ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി ഡയറക്ഷൻ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള അഡീഷൻ ആണ് വെക്റ്റർ അഡീഷൻ. എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഫോർമൽ ആയിട്ട് നമുക്ക് ആ പ്രോബ്ലത്തിന് നോക്കാം. ഓക്കെ, എനിക്ക് കിട്ടേണ്ട ആൻസർ എത്രയാണ്? 4 ആണ്. ഓക്കെ, റൈറ്റ്, നമുക്ക് ഓൾറെഡി അറിയാം, അതാണ് എന്റെ എഫക്റ്റീവ് മോഷൻ. റൈറ്റ്, എങ്ങനെ എനിക്ക് എഴുതാം? എന്റെ ടോട്ടൽ മോഷൻ, ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു, എനിക്ക് എന്തായാലും ഇങ്ങനെ എഴുതാൻ പറ്റണം, എന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ? ആദ്യം ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് രണ്ടാമതുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ആദ്യം ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ 6 എന്ന് എടുക്കുന്നു, ബിക്കോസ് ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഇതുവരെയാ പോയത്. എങ്കിൽ എന്റെ ഫൈനൽ എഫക്റ്റീവ് റിസൾട്ട് എനിക്ക് 4 ആ കിട്ടേണ്ടത്. എങ്കിൽ രണ്ടാമതുള്ള ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ 2 എന്ന് എടുക്കാൻ പാടില്ല, ബിക്കോസ് ഞാൻ ഡയറക്ഷൻ കൂടെ കൺസിഡർ ചെയ്യുന്നെങ്കിൽ എനിക്ക് കിട്ടേണ്ട ആൻസർ 4 ആണ്. സോ രണ്ടാമതുള്ള ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ എടുക്കേണ്ടത് -2 എന്നാണ്. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? കാര്യം ആ മൈനസ് വന്നാലേ എനിക്ക് ഡയറക്ഷൻ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ആൻസർ 4 കിട്ടത്തുള്ളൂ. അതായത് ആ ഡയറക്ഷൻ അക്കോമഡേറ്റ് ചെയ്യാൻ ഈ ഡയറക്ഷൻ ഞാൻ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്താൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ഡയറക്ഷൻ ഞാൻ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഈ നെഗറ്റീവ് സൈൻ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷനെയാണ്. ഓക്കെ, അതായത് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടി വരും. 1 ഡയമെൻഷൻ ആണെങ്കിൽ അവിടെ 2 പോസിബിൾ ഡയറക്ഷൻസേ ഉള്ളൂ. ഒന്ന് ഈ ഡയറക്ഷനും അടുത്തത് ഈ ഡയറക്ഷനും. ഈ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ 1 ഡയമെൻഷന്റെ കേസിൽ എന്താണ് വെക്ടർ അഡീഷൻ എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനെ ജസ്റ്റ് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഏതെങ്കിലും ഒരു പ്രിഫേർഡ് ഡയറക്ഷൻ ഇനിഷ്യലി ഞാൻ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് ഈ ഐഡിയ നമുക്ക് 3 ഡയമെൻഷനിലോട്ട്, ഓക്കെ, ഞാനിപ്പോ 2 ഡയമെൻഷനിലോട്ട് ഈ ഐഡിയ എക്സ്റ്റെൻഡ് ചെയ്യും. അത് തന്നെയാണ് എക്സാക്ട്ലി 3 ഡയമെൻഷനിൽ. ഒരു ഡിഫറൻസ് ഇല്ല, നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. എങ്കിൽ നമുക്ക് ഈ ഐഡിയ 2 ഡയമെൻഷനിലോട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാം. സപ്പോസ് ഇതാണ് ഒരു കേസ് എന്ന് വെച്ചോ. അതായത് ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ഇനിഷ്യലി ഞാൻ ഒറിജിനിൽ നിൽക്കുന്നു, ഇതാണ് എന്റെ ഇനിഷ്യൽ പൊസിഷൻ. റൈറ്റ്, അവിടെ നിന്ന് ഞാൻ ഒരു ഈ പൊസിഷനിലോട്ട് ഞാൻ നടന്നു, എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഈ പൊസിഷനിലോട്ട് നടന്നു. അപ്പൊ ഇതാണ് എന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എന്തായാലും എനിക്കുണ്ടായ ഓരോ ഇൻഡിവിജ്വൽ മോഷനെ എനിക്ക് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, ബിക്കോസ് എനിക്ക് ആരോസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം. അതായത് എനിക്ക് പറയാം എന്റെ ഇനിഷ്യലി എനിക്കുണ്ടായ മോഷനാണ് വെക്ടർ എ, ബിക്കോസ് എനിക്കൊരു പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ആൻഡ് ഒരു ഡയറക്ഷൻ ഉണ്ട്. രണ്ടാമതുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് വെക്ടർ ബി, ബിക്കോസ് അതൊരു ഡിഫറെന്റ് ഡയറക്ഷൻ ആണ്, ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ് ആണ്. സോ അത് വേറൊരു വെക്ടർ ആണ്. ഓക്കെ, ഇവിടെ എനിക്ക് ചോദിക്കാം എന്റെ ടോട്ടൽ മോഷൻ എത്ര? ടോട്ടൽ മോഷൻ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത്. എഫക്റ്റീവ് മോഷൻ എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? എഫക്റ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എഫക്റ്റീവ് മോഷൻ എന്നായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ? എന്ന് വെച്ചാൽ എനിക്ക് പറയാം, സപ്പോസ് എൻ്റെ 2 വെക്ടേഴ്സ് ഉണ്ട്. ഒരു വെക്ടറാണ് വെക്ടർ എ, മറ്റേ വെക്ടറാണ് വെക്ടർ ബി. ഈ 2 വെക്ടേഴ്സിന്റെയും ഡയറക്ഷൻ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള സം, അതായത് വെക്ടർ സം. വെക്ടർ സം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്. ക്ലിയർ? അപ്പൊ എനിക്കിപ്പോ വെക്ടർ അഡീഷൻ ചെയ്യാൻ ഒരു റൂള് കിട്ടി. അതായത് നിങ്ങളുടെ 2 വെക്ടേഴ്സ് ഉണ്ട്. ആ 2 വെക്ടേഴ്സ് ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് ആണെങ്കിൽ ഇൻ സെയിം ഓർഡർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ടെയിൽ ഹെഡ് ടെയിൽ ഹെഡ്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ 3ാമത്തെ സൈഡ് ഇൻ റിവേഴ്സ് ഓർഡർ ആയിരിക്കും ആ 2 വെക്ടേഴ്സിന്റെയും വെക്ടർ സം. അതായത് ഇതിന്റെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഇതായിരിക്കും എ പ്ലസ് ബി. എന്തുകൊണ്ടാണ് 3ാമത്തെ സൈഡ് ഇൻ റിവേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞത്? ബിക്കോസ് ജസ്റ്റ് ഒന്നുകൂടെ നോക്കുക. ടെയിൽ ഹെഡ് ടെയിൽ ഹെഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 3ാമത്തെ വെക്ടർ ടെയിൽ ഹെഡ്, ഇവിടെ ഹെഡ് വരുമെന്നാണ്. പക്ഷെ നമുക്കറിയാം ബൈ ഡെഫിനിഷൻ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കുന്നത്, അതായത് അത് റിവേഴ്സ് ഓർഡറിലാണ്. അല്ലെ? അതായത് 2 വെക്ടേഴ്സ് ഒരു ട്രയാങ്കിൾസിന്റെ 2 സൈഡ്സ് ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ 3ാമത്തെ സൈഡ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡർ, അതാണ് ആ 2 വെക്ടേഴ്സിന്റെയും വെക്ടർ സം. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് ആലോചിച്ച് നോക്കാം. സപ്പോസ് ഇതൊരു വെക്ടറാണ്, വെക്ടർ എ.
ഓക്കെ, ഇത് വേറൊരു വെക്ടർ ആണ്, വെക്ടർ ബി. ഓക്കെ, ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. നമുക്ക് ഈ രണ്ട് വെക്ടേഴ്സും ആഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഇതിൽ ഏതെങ്കിലും ഒരു വെക്ടറിനെ എടുത്ത് മറ്റേ വെക്ടറിന്റെ ഹെഡിൽ അതിന്റെ ടെയിൽ വരത്തക്ക രീതിയിൽ വെക്കുക. ഓക്കെ, അതായത് എനിക്കിത് എങ്ങനെ ചെയ്യാം, അതായത് എനിക്ക് ഈ വെക്ടർ എടുക്കാം, എന്നിട്ട് ഹെഡിൽ ടെയിൽ വെക്കുന്നത് പോലെ എനിക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, മൂന്നാമത്തെ സൈഡ് ഞാൻ വരയ്ക്കണം. ഓക്കെ, പക്ഷെ ഇൻ റിവേഴ്സ് ഓർഡർ. സെയിം ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും, ടെയിൽ ഹെഡ്, ടെയിൽ ഹെഡ്, ടെയിൽ ഹെഡ് ഇങ്ങനെ വരയ്ക്കും. പക്ഷെ റിവേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത്. ഓക്കെ, അതായത് ഈ വെക്ടർ ആണ്, ഇത് ബിയും ഇത് എയും ആണെങ്കിൽ എ പ്ലസ് ബി. ക്ലിയർ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യേണ്ടത് എന്നതിന് ഞാൻ ഒരു റൂള് ഓക്കെ സെൻസിബിൾ ആകുന്ന രീതിയിൽ ഞാനായിട്ട് ഡിഫൈൻ ചെയ്തു. ഓക്കെ, എങ്കിൽ ഇനി ഈ ട്രയാങ്കുലർ ലോയ്ക്ക് ഈക്വലന്റ് ആയിട്ട് വേറൊരു ലോ ഉണ്ട്. ഓക്കെ, അതാണ് പാരലോഗ്രാം ലോ. ഇത് രണ്ടും ബേസിക്കലി ഒരേ ലോ തന്നെയാണ്. പക്ഷെ ചില സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന പാരലോഗ്രാം ലോയുടെ ടേമിലായിരിക്കും. സോ ഞാൻ പാരലോഗ്രാം ലോയും കൂടെ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പോകണം. ഇത്രയേ ഉള്ളൂ. അതായത് സപ്പോസ് ഇത് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം, ഇതൊരു വെക്ടറാണ്, വെക്ടർ എ. ഇത് വേറൊരു വെക്ടറാണ്, വെക്ടർ ബി. ഓക്കെ, എങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ഇതിന്റെ റിസൾട്ടന്റ് ആണ് എ പ്ലസ് ബി. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇതേ സാധനത്ത് ഞാൻ വേറൊരു രീതിയിൽ ആലോചിക്കാൻ പോവാണ്. സപ്പോസ് ഈ വെക്ടർ ബിനെ ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണെന്ന് വെച്ചു. ഓക്കെ, ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ വെറുതെ ഒരു പാരലോഗ്രാം ഡ്രോ ചെയ്യുന്നു. പാരലോഗ്രാം ഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിന് പാരലായിട്ട്, അതായത് ഈ സൈഡിന് പാരലായിട്ട് ഞാൻ ലൈൻ വരയ്ക്കണം. അതിങ്ങനെ ഡോട്ട് ഇട്ടിട്ട് പോകണം. അതേപോലെ തന്നെ മറ്റേ സൈഡിൽ നിന്ന് അടുത്ത സൈഡിന് പാരലായിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഡോട്ട് ഇടണം. അതെവിടെയെങ്കിലും ഇന്റർസെക്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഒരു പാരലോഗ്രാം ഫോം ചെയ്യേണ്ടത്. എങ്കിലും ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ എ പ്ലസ് ബി ഇരിക്കുന്ന എവിടെ, അതിന്റെ ഡയഗണലാണ്. എങ്കിൽ നമുക്ക് പറയാം എന്നിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ആ രണ്ട് വെക്ടേഴ്സിന്റെയും ടെയിലും ഒരുമിച്ച് ഞാനൊരു പാരലോഗ്രാഫിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വെക്ടറിന്റെയും റിസൾട്ടന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അത് ഫോം ചെയ്യുന്ന പാരലോഗ്രാഫിന്റെ ഡയഗണൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ബേസിക്കലി പാരലോഗ്രാം ലോ. ഇത് രണ്ടും ഈക്വലന്റ് ആണ്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് പാരലോഗ്രാം ലോയുടെ ടേംസിൽ തിങ്ക് ചെയ്യാനായിരിക്കും കുറച്ചും കൂടെ ഈസി. സപ്പോസ് എന്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഇതാണ് ഒരു വെക്ടർ, വെക്ടർ എ. ഇതാണ് വേറൊരു വെക്ടർ, വെക്ടർ ബി. ഓക്കെ, ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി. എങ്കിൽ ഈ രണ്ട് വെക്ടറിന്റെയും റിസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാരലോഗ്രാം ലോ അനുസരിച്ച് നമ്മളിത് ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ചാൽ എനിക്ക് വെക്ടർ എയും വെക്ടർ ബിയും അറിയാമെങ്കിൽ വെക്ടർ എ പ്ലസ് ബി എനിക്ക് ഡ്രോ ചെയ്യാം. എങ്കിൽ ഞാനൊരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സപ്പോസ് ഈ വെക്ടർ എയും വെക്ടർ ബിയും എനിക്കറിയാം, ആൻഡ് ഇവർക്കിടയ്ക്കുള്ള ആംഗിളും എനിക്കറിയാം, അതായത് ഈ ആംഗിൾ. എങ്കിൽ ഈ രണ്ട് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ പറ്റുമോ? ആൻസർ പറ്റും. ബിക്കോസ് ഈ രണ്ട് വെക്ടേഴ്സും ഫിക്സഡ് ആണ്, അതിന്റെ ലൈൻ ലെങ്ത് ഫിക്സഡ് ആണ്, അവർക്കിടയ്ക്കുള്ള ആംഗിൾ ഫിക്സഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡയഗണലിലെ ലെങ്ത് ഫിക്സഡ് ആണ്. അതൊരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് എഴുതാം ഇതിനകത്തുനിന്ന് ഈക്വൽ ടു, റൈറ്റ്. ജസ്റ്റ് വെറുതെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. എനിക്ക് ഇതിനെ ഈ രീതിയിൽ റീഡ്രോ ചെയ്യാം. അതായത് ഞാൻ ഇവിടെ നിന്ന് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതായത് എനിക്ക് എസെൻഷ്യലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഈ ലെങ്ത് ആണ്, റൈറ്റ്. അപ്പോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെങ്ത് ഒരു സൈഡായിട്ട് വരുന്ന രീതിയിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. സോ എനിക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. അതാണ് എന്റെ ഐഡിയ. ഓക്കെ, അപ്പൊ എനിക്ക് എഴുതാം എന്താ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, എങ്കിൽ അതിന്റെ ഹൈപ്പോട്ടനസ് ആണത്. സോ എനിക്ക് എഴുതാം ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ, അതായത് ഈ ലെങ്ത്തിന്റെ സ്ക്വയർ പ്ലസ് ഈ ലെങ്ത്തിന്റെ സ്ക്വയർ. അപ്പോ ആ ലെങ്ത് എന്താന്ന് നോക്കാം. ഈ ലെങ്ത് എന്ന് പറയുന്നത് എ പ്ലസ്, ഇനി ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ആണ് ഇത്. എങ്കിൽ അഡ്ജസന്റ് സൈഡ് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ഇൻടു കോസ് തീറ്റ. എങ്കിൽ എനിക്ക് എഴുതാം ഈക്വൽ ടു ബി കോസ് തീറ്റ ബേസ് സ്ക്വയർ പ്ലസ്
ഈ ലെങ്ത്തിന്റെ സ്ക്വയർ. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, സോ ബി സൈൻ തീറ്റ. അപ്പോ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി ഇതിനെ ജസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ഞാൻ വിടുവാണ്. ഇത് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ആ ഐഡന്റിറ്റിയും കൂടെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു ഡെഫിനിഷനാണ് യൂണിറ്റ് വെക്ടർ. ഓക്കെ, എന്താണ് യൂണിറ്റ് വെക്ടേഴ്സ്? വെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് നിങ്ങളുടെ ഒരു വെക്ടർ ഉണ്ട്, ഇതാണ് വെക്ടർ എ. ഓക്കെ, യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ വെക്ടർ എയുടെ അതേ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള വെക്ടർ, അതാണ് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. അതായത് ഈ വെക്ടർ എയുടെ അതേ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള വെക്ടർ. ഓക്കെ, ഇതിന്റെ ലെങ്ത് 1 യൂണിറ്റ് ആണ്. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. നമ്മൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ എ എന്ന് തന്നെ എഴുതും, ബിക്കോസ് അത് വെക്ടർ എയുടെ അതേ ഡയറക്ഷനിലാണ്. അത് യൂണിറ്റ് വെക്ടർ ആണെന്ന് കാണിക്കാൻ നമുക്ക് മുകളിലൊരു ക്യാപ്പ് ഇടാം. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് യൂണിറ്റ് വെക്ടർ എക്ക് നമുക്ക് കുറച്ചും കൂടെ ഒരു ഭംഗിയുള്ളൊരു ഡെഫിനേഷൻ ഉണ്ടാക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഭംഗിയുള്ളതെന്ന് ഞാൻ അത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും. റൈറ്റ്, അതായത് സപ്പോസ് ഇതൊരു വെക്ടറാണ്. ഓക്കെ, ഇതൊരു വെക്ടറാണ്. ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. ഓക്കെ, 5, അതായത് 5 യൂണിറ്റ്സ് ലെങ്ത് ആയിട്ടുള്ളത്. ഓക്കെ, എങ്കിൽ എനിക്ക് ഈ വെക്ടറിനെ എങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് ഞാനിപ്പോ ഈ വെക്ടറിനെ ഞാൻ വെക്ടർ എ എന്നാ വിളിക്കാൻ പോകുന്നത്. ഓക്കെ, 5 യൂണിറ്റ്സ് ലെങ്ത് ഉണ്ടെങ്കിൽ 5 യൂണിറ്റ് വെക്ടേഴ്സ് ഞാൻ ഇങ്ങനെ അടുക്കി വെച്ച എനിക്ക് ഈ വെക്ടർ കിട്ടുമല്ലോ. എങ്കിൽ എനിക്ക് എഴുതാം നമ്മുടെ വെക്ടർ എ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ എ പ്ലസ് യൂണിറ്റ് വെക്ടർ എ പ്ലസ് യൂണിറ്റ് വെക്ടർ എ പ്ലസ് യൂണിറ്റ് വെക്ടർ എ പ്ലസ് യൂണിറ്റ് വെക്ടർ എ, അല്ലെങ്കിൽ വെക്ടർ എ ഈസ് ഈക്വൽ ടു 5 ടൈംസ് യൂണിറ്റ് വെക്ടർ എ. ഇനി ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു, ആ 5 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അതായത് വെക്ടർ എ is equal to magnitude of vector A equal to unit vector A, അല്ലെങ്കിൽ that implies unit vector A equal to vector A divided by magnitude of vector A. ഇതിനെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ഓക്കെ, ഇതൊരു നല്ലൊരു ഡെഫിനിഷൻ ആണ്. ഓക്കെ, അതായത് ഇത് യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഡെഫിനിഷൻ ആണ്. പക്ഷെ നിങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ ഇക്വേഷൻ ഈ പോയിന്റിൽ ഓൾമോസ്റ്റ് യൂസ്ലെസ് ആണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ പറയുന്നത് എന്തുവാണ്? നിങ്ങൾക്ക് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ എ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം വെക്ടർ എ എടുക്കുക, എന്നിട്ട് അതിനെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അതൊരു ആരോ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അതൊരു നമ്പർ ആണ്. നമുക്കൊരു ആരോനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ 2 ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, റൈറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിങ്ക് ചെയ്യാം, ആ നമ്പർ എത്രയാണോ അത്രയും പാർട്ടീഷൻസ് നടത്തിയാൽ മതിയെന്ന്. പക്ഷേ ആൾജിബ്രയ്ക്കലി നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഒരു ആരോ തന്നു കഴിഞ്ഞാൽ ആരോനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. റൈറ്റ്, അപ്പോ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഓ റൈറ്റ്, ഞാൻ ഇനിയും വെക്ടേഴ്സിനെ ഈ ആരോ ആ ഒരു ജോമെട്രിക്കൽ സ്ട്രക്ചറുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് എനിക്ക് കൂടുതൽ മാത്തമാറ്റിക്സ് ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കിനി എന്റെ അടുത്ത എയിം എന്ന് പറഞ്ഞത് ഇതാണ്, എന്തെങ്കിലും ചെയ്ത് ഈ വെക്ടേഴ്സിനെ എനിക്ക് എന്തിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം? നമ്പേഴ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. അതായത് ഒരു ആരോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് യൂസ് ചെയ്തുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കണം. അതാണ് എൻ്റെ അടുത്ത എയിം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഞാൻ ഒരു സിമ്പിൾ കേസ് കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് ഇതൊരു XY ആക്സിസ് സിസ്റ്റം ആണ്. ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, ഇതാണ് വെക്ടർ ആർ. ഓക്കെ, ഇനി ഞാൻ പുതിയൊരു സെറ്റ് ഓഫ് കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ടാക്കുവാണ്. ഓക്കെ, ഇതെല്ലാം ഡെഫിനിഷൻസ് ആണ്, ഇതെല്ലാം നമുക്ക് വളരെ കൺവീനിയന്റ് ആണ് യൂസ് ചെയ്യാൻ. എക്സ് ഡയറക്ഷന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് ഐ എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. അതുപോലെ തന്നെ Y ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ജെ. Z ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് കെ. റൈറ്റ്, ഓക്കെ, അപ്പോ I, J, K. ഓക്കെ, ഇതെല്ലാം യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. I എപ്പോഴും എക്സ് ഡയറക്ഷന്റെ പാരലൽ ആയിരിക്കും, J എപ്പോഴും Y ഡയറക്ഷന്റെ പാരലൽ ആയിരിക്കും, K എപ്പോഴും Z ഡയറക്ഷന്റെ പാരലൽ ആയിരിക്കും ബൈ ഡെഫിനേഷൻ. ഓക്കെ, എങ്കിൽ എനിക്ക് ഈ വെക്ടർ എനെ, വെക്ടർ ആറിനെ എനിക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തൂടെ? അതായത് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു ഈ വെക്ടർ
പ്ലസ് ഈ വെക്ടർ ബിക്കോസ് ഓഫ് ട്രയാങ്കുലർ ലോ. അതായത് എനിക്ക് എഴുതാം വെക്ടർ എ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു ഈ വെക്ടർ പ്ലസ് ഈ വെക്ടർ. ഓക്കെ, എങ്കിൽ നമുക്ക് അതിനെ മാത്തമാറ്റിക്കലി എഴുതാം. വെക്ടർ ആർ ഈക്വൽ ടു എന്താണ് ഈ വെക്ടർ? ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ പോയിന്റിലെ കോർഡിനേറ്റ്സ്, അതായത് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഉണ്ടല്ലോ, കോർഡിനേറ്റ് എക്സ് കോമ വൈ ആണെന്ന് വെച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് എക്സ് ഉള്ള വെക്ടർ ആണ്. എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള വെക്ടർ ആണ് ഐ. എങ്കിൽ 2 ഉള്ള വെക്ടർ 2i, 3 ഉള്ള വെക്ടർ 3i. എങ്കിൽ മാഗ്നിറ്റ്യൂഡ് എക്സ് ഉള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ എക്സ് ആയി. എങ്കിൽ എനിക്ക് എഴുതാം ഈ വെക്ടർ എന്ന് പറയുന്നത് എക്സ് ആയി. ഓക്കെ, അതുപോലെ തന്നെ ഈ വെക്ടർ എന്ന് പറയുന്നത് വൈ ആക്സിസിന്റെ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് വൈ ഉള്ള വെക്ടർ, അതായത് വൈ ജെ. ഓക്കെ, ഞാൻ അച്ചീവ് ചെയ്തു. അതായത് ഞാൻ ഇപ്പൊ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടർ എന്ന് പറയുന്ന ഒരു ജോമെട്രിക്കൽ ഒബ്ജക്റ്റിനെ ഞാൻ നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്തു. റൈറ്റ്. ഓക്കെ, അതായത് നമുക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടായി. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് വെറുതെ തിങ്ക് ചെയ്യുക. സപ്പോസ് നിങ്ങൾ 3 ഡയമെൻഷനിലാണ് നിൽക്കുന്നതെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഒരു ഇസഡ് കെ എന്നൊരു കമ്പോണന്റ് കൂടെ ഉണ്ടാവും. ഓക്കെ, അത് കാണിക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ട് വരയ്ക്കേണ്ടി വരും. സോ അതാണ് ഞാനത് ചെയ്യാറ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഓക്കെ, ഈസി ആയിട്ട് അത് മനസ്സിലാവും എന്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു പൊസിഷൻ വെക്ടർ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ വെക്ടറിനെ എനിക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ സപ്പോസ് ഈ പോയിന്റിലെ കോർഡിനേറ്റ്, ഈ പോയിന്റിലെ 3 ഡയമെൻഷനിലാണെങ്കിൽ ആ പോയിന്റിലെ കോർഡിനേറ്റ് 2,3,5 എന്നായിരുന്നെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് എഴുതാം വെക്ടർ ആർ ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് 5k. ഓക്കെ, റൈറ്റ്. അപ്പൊ ഞാൻ വെക്ടേഴ്സിനെ നമ്പേഴ്സ് യൂസ് ചെയ്ത് റീഡിഫൈൻ ചെയ്തു. എനിക്കിപ്പോൾ അറിയാം ഒരു വെക്ടറിനെ എങ്ങനെ നമ്പേഴ്സിന്റെ ടേംസിൽ എഴുതാണ്. ഇനി ഞാൻ കുറച്ച് ഡെഫിനേഷൻസ് കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. റൈറ്റ്, ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, വെക്ടർ ആർ ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk. റൈറ്റ്, ഒരു വെക്ടർ എനിക്ക് ഇങ്ങനെ എഴുതാമെങ്കിൽ ഇവിടെ ഈ എക്സ് ഐന്റെ കൂടെ, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. ആ ഐന്റെ കൂടെയുള്ള ഈ നമ്പർ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് കമ്പോണന്റ് ഓഫ് വെക്ടർ ആർ. ഓക്കെ, അതായത് വെക്ടർ ആറിന്റെ എക്സ് ഡയറക്ഷനിലുള്ള ഷെയർ എക്സ് കമ്പോണന്റ്. റൈറ്റ്, അതുപോലെ തന്നെ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ കമ്പോണന്റ് ഓഫ് വെക്ടർ ആർ. ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡ് കമ്പോണന്റ് ഓഫ് വെക്ടർ ആർ. അതായത് നമ്മൾ മോളിൽ പറഞ്ഞ എക്സാമ്പിളിന്റെ കോൺടെക്സ്റ്റിലാണെങ്കിൽ 2 ആണ് എക്സ് കമ്പോണന്റ്, 3 ആണ് വൈ കമ്പോണന്റ്, 5 ആണ് ഇസഡ് കമ്പോണന്റ്. റൈറ്റ്, അത് മറ്റൊരു ഡെഫിനേഷൻ ആണ്. നമ്മൾ ഈ വാക്കുകൾ വെച്ചായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. എനിക്കറിയാം ഒരു വെക്ടറിനെ എനിക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, എങ്കിൽ മുമ്പ് ആരോ ആയിരുന്നെങ്കിൽ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് ആണ്. ഞാൻ ആ ഒരു സ്കെയിൽ എടുക്കുക, മെഷർ ചെയ്യുക. എങ്കിൽ ഇപ്പൊ പുതിയ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അതായത് ഞാൻ വെക്ടേഴ്സിന്റെ നമ്പേഴ്സ് യൂസ് ചെയ്തു. ഇനി ഞാൻ ആരോ വരയ്ക്കുന്നില്ല. എങ്കിൽ ഈ നമ്പേഴ്സ് യൂസ് ചെയ്ത ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാം? ഈസി. ജസ്റ്റ് ഈ ഫിഗർ മാത്രം നോക്കിയാൽ മതി. ഈ ഫിഗറിനെ നിങ്ങൾക്ക് പറയാം, ഇത് നിങ്ങളുടെ വെക്ടർ ആണെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, പൈതോറസ് തിയറം. എന്ന് വെച്ചാൽ നിങ്ങളുടെ വെക്ടർ xi പ്ലസ് yj എന്നാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റൂട്ട്. ഓക്കെ, റൈറ്റ്. ഇനി ഇസഡ് ഡയറക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു വ്യത്യാസം വരത്തില്ല. ജസ്റ്റ് ഒരു ജോമെട്രിക്കൽ തിങ് മാത്രമാണ്. ഇമാജിൻ ചെയ്താൽ ഈസി ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് എങ്കിലും എഴുതാം. അവിടെ 3 കമ്പോണൻസ് ഉണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ വിത്ത് എ റൂട്ട്. അതായത് നമുക്കിപ്പോൾ മനസ്സിലായി ഒരു വെക്ടറിനെ ഞാനിങ്ങനെ കമ്പോണന്റ് ഫോമിൽ തന്നാൽ, നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനെ വിളിക്കുന്നതാണ് കമ്പോണന്റ് ഫോം. ഓക്കെ, കമ്പോണന്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സപ്പോസ് എൻ്റെ 2 വെക്ടേഴ്സ് ഉണ്ട്. ഒരു വെക്ടറാണ് വെക്ടർ R1 ഈക്വൽ ടു xi പ്ലസ് yj അല്ലെങ്കിൽ x1i പ്ലസ് y1j. വേറൊരു വെക്ടർ ഉണ്ട്. ഞാൻ 3 ഡയമെൻഷനിൽ എടുക്കുന്നില്ല, ബിക്കോസ് എനിക്ക് ഫിഗേഴ്സ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ റൂൾസ് എക്സാക്ട്ലി സെയിം സ്ട്രക്ചർ തന്നെയായിരിക്കും. വെക്ടർ R2 ഈക്വൽ ടു x2i പ്ലസ് y2j. ക്വസ്റ്റ്യൻ, പണ്ടായിരുന്നെങ്കിൽ ഈ 2 വെക്ടേഴ്സ് ഞാൻ ആരോ ആയിട്ടായിരിക്കും തരുന്നത്. ഓക്കെ, ഇതാണ് ഒരു വെക്ടർ, ഇതെന്റെ രണ്ടാമത്തെ വെക്ടർ. ഈ 2 വെക്ടേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കറിയാം, ട്രയാങ്കുലറിലോ നമുക്ക് ആ ജോമെട്രി യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ വെക്ടേഴ്സിനെ കംപ്ലീറ്റ്ലി എന്താക്കി മാറ്റി, നമ്പേഴ്സിന്റെ ടേംസിൽ റീറൈറ്റ് ചെയ്തു. ഇനി നമ്മൾ ജോമെട്രി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എങ്കിൽ
എന്റെ രണ്ട് വെക്ടേഴ്സ് കമ്പോണന്റ് ഫോമിൽ തന്നാൽ ഞാൻ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്ക് ടെയിൽ കൊണ്ട് ഹെഡിന്റെ പുറത്തൊന്നും വെക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ കമ്പോണൻസിന്റെ ടേംസിൽ നമുക്ക് വെക്ടർ അഡീഷൻ ഒരു ഡിസ്ക്രിപ്ഷൻ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അത് ആഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ ആഡ് ചെയ്യുന്നത് ട്രയാങ്കുലർ ലോ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നമുക്കിത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്ന്. അതിനായിട്ട് ഞാൻ ഈ രണ്ട് വെക്ടേഴ്സിനെയും ഞാൻ ട്രയാങ്കുലർ ലോയിന്റെ സ്ട്രക്ചറിൽ ഞാനൊന്ന് ഡ്രോ ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് നോക്കാം അതിനകത്ത്. ഇതാണ് നമ്മുടെ വെക്ടർ R1, ഇതാണ് നമ്മുടെ വെക്ടർ R2, ഇതാണ് അതിന്റെ റിസൾട്ടന്റ്. ട്രയാങ്കുലർ ലോയുടെ ബേസിസിലാണ് നമ്മളിത് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം എന്താണ് x1 ഉം y1 എന്ന്. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഈ R1ന്റെ x കമ്പോണന്റ്. അതായത് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത് ആയിരിക്കും x1. ഈ ലെങ്ത് ആണ് x1. y1 എന്ന് പറഞ്ഞാൽ R1ന്റെ y കമ്പോണന്റ്, അതായത് ഈ ലെങ്ത് ആണ് y1. ഇനി എന്താണ് x2? x2 എന്ന് പറഞ്ഞാൽ R2 വെക്ടറിന്റെ x കമ്പോണന്റ്, അതായത് ഈ ലെങ്ത് ആണ് x2. ഓക്കെ, y2 എന്ന് പറഞ്ഞാൽ R2 വെക്ടറിന്റെ y കമ്പോണന്റ്, അതായത് ഈ ലെങ്ത് ആയിരിക്കും y2. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. നമുക്ക് R1 പ്ലസ് R2 നമ്മുടെ കയ്യിലുണ്ട്. R1 പ്ലസ് R2ന്റെ x കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് അല്ലാതെ ഡ്രോ ചെയ്യാം. R1 പ്ലസ് R2ന്റെ കമ്പോണന്റ്, R1 പ്ലസ് R2ന്റെ x കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. R1 പ്ലസ് R2ന്റെ y കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. ഇനി നമുക്ക് ഈ ഫിഗറിനകത്ത് വളരെ ഒബ്വിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാവും ഈ ലെങ്ത് R1 പ്ലസ് R2ന്റെ x കമ്പോണന്റ് എന്ന് പറയുന്നത് x1 പ്ലസ് x2. റൈറ്റ്, എങ്കിൽ എനിക്ക് എഴുതാം R1 പ്ലസ് R2 ഈക്വൽ ടു x1 പ്ലസ് x2 ബിക്കോസ് അതിന്റെ x കമ്പോണന്റ് ആണ്, പ്ലസ് y കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് ആണല്ലോ ആ ലെങ്ത്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? y1. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? y2. എങ്കിൽ R1 പ്ലസ് R2ന്റെ y കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ y1 പ്ലസ് y2 j. ഓക്കെ, റൈറ്റ്. അതായത് നമുക്ക് മനസ്സിലായി രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ കമ്പോണൻസ് പരസ്പരം ആഡ് ചെയ്താൽ മതി. അതായത് ഇൻ ജനറൽ സപ്പോസ് എൻ്റെ രണ്ട് വെക്ടർ ഉണ്ട്. ഒരു വെക്ടറാണ് R1 എന്ന് പറഞ്ഞാൽ x1i പ്ലസ് y1j പ്ലസ് z1k. R2 എന്ന് പറയുന്നത് x2i പ്ലസ് y2j പ്ലസ് z2k ആണെങ്കിൽ R1 പ്ലസ് R2 എന്ന് പറയുന്നത് x1 പ്ലസ് x2i പ്ലസ് y1 പ്ലസ് y2j പ്ലസ് z2k ആണ്. റൈറ്റ്, എങ്കിൽ നിങ്ങൾക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ രണ്ട് വെക്ടർ സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുവാണ്? അതായത് എനിക്ക് R1 മൈനസ് R2 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇവിടെ മൈനസ് സൈൻ ആവും. റൈറ്റ്, ഇനി സപ്പോസ് നിങ്ങളുടെ ഒരു വെക്ടർ ഉണ്ട്, അതാണ് R1. നിങ്ങൾക്ക് ഈ R1ന്റെ കൂടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്? k ടൈംസ് R1. എല്ലാത്തിനകത്തൂടെയും k മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ഓരോ കമ്പോണൻസിന്റെ കൂടെ. അതായത് k x1i പ്ലസ് k y1j പ്ലസ് k z1k. റൈറ്റ്, അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ വെക്ടേഴ്സിനകത്തുള്ള ഈ അഡീഷൻ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ റിസൾട്ട് എല്ലാം കിട്ടിയത് ട്രയാങ്കുലർ ലോയ്ക്ക് അകത്തുനിന്നാണ്.